കാലങ്ങളോളം സഞ്ചരിച്ച യാത്രയ്ക്കൊടുവിലാണ് നമ്മൾ അക്ഷരങ്ങളെ കണ്ടുമുട്ടിയത്. വിരലുകളാണ് അക്ഷരങ്ങളെ വിടാതെ പിന്തുടർന്നത്. അതേ വിരലുകൾ ഇന്നും പ്രയാണം തുടരുകയാണ്, അക്ഷരങ്ങളെ കഥകളാക്കി മാറ്റിയ പുസ്തകങ്ങൾക്ക് പുറകെ. എന്നു മുതലാകും നമ്മുടെ വിരലുകൾ അക്ഷരങ്ങളെ തേടിയുള്ള പ്രയാണം തുടങ്ങിയിട്ടുണ്ടാവുക? എന്ത് കാരണമായിരിക്കും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് മനുഷ്യനെ നയിച്ചിട്ടുണ്ടാവുക? ആദിമ മനുഷ്യന് ഓർത്തുവെക്കാൻ എളുപ്പത്തിൽ അവൻ വിവരങ്ങൾ കല്ലിൽ കൊത്തിവെച്ചു. അവിടെ നിന്നും വിരലുകൾ അക്ഷരങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങി. പാറയും കരിയും ഒക്കെ കൊണ്ട് വിരലുകൾ അവയ്ക്കിഷ്ടപ്പെട്ട ചിത്രങ്ങൾ കോറിയിട്ടു. അവിടെ നിന്ന് മണലിലേക്കും പിന്നീട് അരിയിലേക്കുമുള്ള പരിവർത്തനം. എഴുതിയതൊക്കെ പിന്നീട് സൂക്ഷിച്ചു വെക്കണമെന്നൊരു മോഹം. അത് ലിപി സമ്പ്രദായത്തിലെത്തിച്ചു. പല രീതിയിൽ വ്യത്യസ്തങ്ങളായ ലിപികളും എഴുത്തോലയും വിരലുകൾ കണ്ടെത്തി. പിന്നെയും വിരലുകൾ യാത്ര തുടങ്ങി. കുറച്ചുകൂടി സൂക്ഷ്മതയുള്ള എഴുത്തു തേടി. സ്പെയിൻകാരൻ ജോൺ കൊൺസാൽവസ് അച്ചടിയുടെ മാന്ത്രികത വിരലുകളെ പഠിപ്പിച്ചു. അങ്ങനെ മഷിയുടെ മണമുള്ള അക്ഷരങ്ങൾ പിറന്നു. പിന്നെയങ്ങോട്ട് ടൈപ്പ് റൈറ്ററിന്റെ ഉച്ചിയിലടിച്ച് വിരലുകൾ അക്ഷരങ്ങളെ പ്രിന്റ് ചെയ്തെടുത്തു. അവ പ്രണയമായി, വിരഹമായി, യുദ്ധമായി, ചരിത്രങ്ങളായി അങ്ങനെ പെറ്റുപെരുകി. അവയിലൂടെ വിരലുകൾ വീണ്ടും സഞ്ചരിച്ചു. അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളിലേക്ക്, വാക്കുകളിൽ നിന്ന് വരികളിലേക്ക്, അവയിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക്. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലും അവ പരതി നടക്കുന്നു. പ്രിയപ്പെട്ട കഥാകാരെ തേടി, അവരുടെ കഥകൾ തേടി. വിരലുകളുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു, അക്ഷരങ്ങളുടെ പുതിയ ലോകം തേടി. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.